ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഷെമാം കൊണ്ട് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ഡ്രിങ്കാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. പലരും ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ടേസ്റ്റ്. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വെറും സിമ്പിളാട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു ഷമാമിൻ്റെ പകുതി ഭാഗമാട്ടോ. അപ്പോൾ ഈ വലുതായതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തത്. ചെറുതാണെങ്കിൽ ഒരെണ്ണം തന്നെ വേണം. ഒരു 5 ഗ്ലാസ് ഡ്രിങ്ക് നമുക്ക് ഈ പകുതി ഷമാമ കൊണ്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തെ കുരുവും അതേപോലെ അതിനോട് ചേർന്നുള്ള സാധനങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. മിക്സിക്കകത്ത് നന്നായിട്ട് അരയത്തക്ക രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിത് അരിക്കുന്നില്ല, അതുകൊണ്ട് പുറം തൊലിയൊക്കെ നന്നായിട്ട് ഞാൻ കളയുന്നുണ്ട്. ആ കുരുവിനോട് ചേർന്നുള്ള തൊലിയെല്ലാം നന്നായിട്ട് കളയണം, അല്ലെങ്കിൽ നല്ല കയ്പ്പ് വരും കേട്ടോ. എനിക്കങ്ങനെ അബദ്ധം പറ്റിയത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഈന്തപ്പഴമാണ് കേട്ടോ. ഈന്തപ്പഴം ഞാൻ കുരു കളഞ്ഞിട്ട് ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കൂത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മിക്സിക്കത് നന്നായിട്ട് അരഞ്ഞു കിട്ടും, അതിന് വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ജ്യൂസിലേക്ക് ചേർക്കാൻ വേണ്ടി ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ഈ ക്യാനിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, പകരം മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആ കുതിർത്ത് വെച്ച ഈന്തപ്പഴമാണ്. അത് ആദ്യം ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞോളും. ചിലപ്പം അത് കൊന്തു ആയിട്ട് ഇങ്ങനെ കിടക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അത് ആദ്യം ഇട്ട് കൊടുക്കുക. ഈന്തപ്പഴം ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഷമാം ഇട്ട് കൊടുക്കാം. ഷമാം പിന്നെ പെട്ടെന്ന് അരിഞ്ഞോളുമല്ലോ. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. അത് കുറച്ച് മാത്രമേ ഉള്ളൂ, ആ പകുതി ക്യാൻ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഫ്രഷ് മിൽക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 വലിയ സ്പൂണ് കണ്ടൻസ് മിൽക്ക് ഇടുന്നുണ്ട്, പക്ഷേ ആ വീഡിയോ എടുത്തില്ല, ഞാൻ ഓൺ ആക്കാൻ മറന്നുപോയി. ഇനി അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാലും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1 ഗ്ലാസ് പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ടോട്ടൽ 2 ഗ്ലാസ് പാലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വേണമെന്നില്ല, 1 ഗ്ലാസ് പാലും അതേപോലെ 1 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ 4 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 പേർക്കാണ് കേട്ടോ. നോയമ്പ് മുറിക്കാൻ സമയമായി, അതിനുവേണ്ടി സെറ്റ് ചെയ്തെടുത്ത് വെച്ചാണ് 4 ഗ്ലാസ്. ഇനി ഞാൻ ബ്ലാക്ക് കസ്കസ് വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോ വലിയ സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ആപ്പിളോ പഴമോ അതേപോലെ പോംഗ്രാനൈറ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പോംഗ്രാനൈറ്റ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം ഈ ചൂട് സമയത്ത് ഇതേപോലെയുള്ള ലിക്വിഡായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മസാലകൾ, എരിവുള്ള കൂടുതലുള്ള മസാലകളൊക്കെ അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.